അപ്പം ബേബി വീട്ടിൽ, ഞാൻ ഹോസ്പിറ്റലിൽ, ഒരു മെസ്സാണ്. അപ്പം ഇതുപോലെ പ്ലസ് ബേബിക്ക് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവന്റെ വെയിറ്റ് 10% താഴെയായി. 10% ബർത്ത് വെയിറ്റ് 10% കുറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ലൈക്ക് 10% വരെ ഇസ് നോർമൽ. അതിലും കൂടുതൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് നോർമൽ, ഇറ്റ് ഇസ് നോട്ട് ഗുഡ്. ഐ ഡോണ്ട് റെക്കമെൻഡ് ഇറ്റ്. അപ്പം ബേബിന്റെ പീഡിയാട്രിഷ്യൻ ഒത്തിരി വഴക്ക് പറയുക, ബിക്കോസ് യു ആർ നോട്ട് വി ആർ ട്രൈങ് ഫോർ ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് നോട്ട് ബേബി ഇസ് നോട്ട് ഗെറ്റിംഗ് എനഫ് ഫുഡ്. അപ്പം ഫോർമുല കൊടുക്കണം, ഞാൻ ഹോസ്പിറ്റലാണ്, അങ്ങനെ ഒരു മെസ്സ് അവിടെ നടക്കുക. പിന്നെ ഇവൻ ഇത്രയും വെയിറ്റ് കുറഞ്ഞാലും ഡോക്ടർ എല്ലാ ദിവസവും അപ്പോയിന്റ്മെന്റ് വെച്ചേക്കുക. അപ്പം കൊച്ചിന് അപ്പോയിന്റ്മെന്റ് വേണം, ഞാനിവിടെ അഡ്മിറ്റ് വേണം. അപ്പം എമർജൻസിയിൽ അവർ അൾട്രാസൗണ്ട് എടുത്തപ്പോഴത്തേക്കിനും ദേ സോ ദാറ്റ് യൂട്രസിൽ ഇൻഫെക്ഷൻ ഉണ്ട് ആൻഡ് ദേ ഡു സീ സം റിമൈനിങ്സ്. പ്ലസെന്റ റീറ്റെയിൻഡ് ആയി, പ്ലസെന്റ യൂട്രസിൽ ഇപ്പോഴും ഉണ്ട്, ആ പ്ലസെന്റ ഫ്ലൂയിഡ്സ് ഉണ്ടാകുന്നുണ്ട്. അതൊത്തിരി ഇൻഫെക്ഷനുമായി. അപ്പോൾ തന്നെ എനിക്ക് ഇൻഫെക്ഷൻ ട്രീറ്റ്മെന്റ് ആന്റിബയോട്ടിക്സ് തരാൻ തുടങ്ങി. എന്നിട്ട് എമർജൻസിയിൽ നിന്ന് റൂമിലേക്ക് മാറ്റി. സെയിം ടൈം യു ഹാവ് യുവർ ന്യൂ മോം ഹോർമോൺസ് ഡ്യൂ. ഞാൻ സാലിയോട് പറഞ്ഞു, ഐ വോണ്ട് യു ടു ബി വിത്ത് ദ ബേബി, വീട്ടിൽ പോക്കോ, ഐ വിൽ ഹാൻഡിൽ ഓൾ എവറിത്തിങ് അറ്റ് ദ ഹോസ്പിറ്റൽ. ഞാൻ ഓക്കെയാണ്, ഞാൻ തന്നെ ചെയ്തോളാം, നിങ്ങൾ വീട്ടിൽ കൊച്ചിൻ്റെ അടുത്തുണ്ടാവണം എന്ന് എനിക്ക് ഉറപ്പാന്ന് പറഞ്ഞു. സോ വി ഹാവ് അവർ പേരൻസ് വിത്ത് അസ്. സാലിയുടെ പേരൻസ് ഇവിടെ ഉണ്ട് ആൻഡ് ദേ കുഡ് ഹാവ് ടേക്കൻ കെയർ ഓഫ് ഹിം. ദേ ആർ ഡൂയിങ് എവറിത്തിങ് ദേ ക്യാൻ. ഈ പ്രഗ്നന്റ് ത്രൂ ദ പ്രഗ്നൻസി മമ്മി ഫുഡ് ഉണ്ടാക്കി, പപ്പയും മമ്മിയും ഫുഡ് ഉണ്ടാക്കിയും അല്ലാത്ത കാര്യങ്ങളിലെല്ലാം നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഡേ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു പ്രൊസീജിയർ ചെയ്യണം, അതിന് ഇൻഫെക്ഷൻ കുറച്ചെങ്കിലൊക്കെ കൺട്രോൾ ആവുന്നുണ്ട്, വിച്ച് ഇസ് ഗുഡ്. പ്രൊസീജിയർ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പ്രൊസീജിയർ ചെയ്തോ, അതല്ലേ നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഓവർ ഹിയർ ഇവർ കുറച്ച് ഓപ്ഷൻസ് തരും. വി ആർ ദ വൺസ് ഹു ഹാവ് ടു ടേക്ക് ദ ചോയ്സ്. അപ്പം ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു 3 ഓപ്ഷൻസ് ആണുള്ളത്. ഐദർ യു ടേക്ക് എ കോൺട്രാക്ഷൻ മെഡിസിൻ വിച്ച് വുഡ് യുവർ ബോഡി ഇറ്റ്സെൽഫ് വുഡ് പുഷ് ദ പ്ലസന്റ് ഔട്ട്, അല്ലെങ്കിൽ പ്രൊസീജിയർ ചെയ്യാം, അല്ലെങ്കിൽ നീ ഇൻഫെക്ഷൻ മരുന്ന് കഴിച്ചിട്ട് ബോഡി തന്നെ എപ്പോഴെങ്കിലും ഇത് കളയുമോ നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ ലീവ് ചെയ്യുന്നത് എവറിത്തിങ് ഫിക്സ് ആയതിനു ശേഷം ലീവ് ചെയ്യുന്നുള്ളൂ, സോ തേർഡ് ഇസ് നോട്ട് എൻ ഓപ്ഷൻ ഫോർ മീ അറ്റ് ഓൾ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഞാൻ പറഞ്ഞു എനിവേ DNC പ്രൊസീജിയർ ചെയ്യുന്നതാണല്ലോ നല്ലത്, അത് കണ്ടിന്യൂ, അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്, അതിൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഇതുപോലെ ഇന്റർണൽ ബ്ലീഡിംഗ് ഓർ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, ദാറ്റ് കുഡ് ലീവ് ഫോർ മോർ ഓർഗൻ ഡാമേജസ് എന്ന് പറഞ്ഞു. സോ പാനിക് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാനൊരു ദിവസം മരുന്ന് കഴിക്കാം, കോൺട്രാക്ഷൻ മെഡിസിൻ എടുത്തിട്ട് ഇവിടെ കിടക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്നിട്ട് പോയില്ല, അൾട്രാസൗണ്ടിൽ നോക്കിയിട്ട് പോയില്ല എങ്കിൽ വിൽ ഡു ദ പ്രൊസീജിയർ എന്ന് പറഞ്ഞു. ഈ അൾട്രാസൗണ്ട് എടുക്കുന്നത് ട്രാൻസ്വജൈനല്ല, സ്റ്റിച്ച് ഹീലായിട്ടില്ല, പച്ചയ്ക്കാണ് ഇവർ അൾട്രാസൗണ്ട് എടുക്കുന്നത്. ഐ സ്ക്രീം, ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ട്, ഒക്കെ ശരിക്കും പെയിൻഫുൾ ആയിരുന്നു. ഞാൻ കരഞ്ഞ് നിലവിളിച്ച് ആണ് ആ പ്രൊസീജിയറൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, അൾട്രാസൗണ്ട് വരെ. എന്നിട്ട് കോൺട്രാക്ഷൻ മരുന്ന് തന്നു. കോൺട്രാക്ഷൻ മരുന്ന് തന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇറ്റ്സ് ലൈക്ക് പെയിൻഫുൾ, ഭയങ്കര കോൺട്രാക്ഷൻ പെയിൻ അറിയാൻ പറ്റുന്നുണ്ട്. ഐ എം സ്ട്രഗ്ലിംഗ് ടു സെറ്റ്, സ്റ്റാൻഡ്, ലേ ഡൗൺ, എനിത്തിങ്, എല്ലാ കാര്യവും നമുക്ക് പെയിൻഫുൾ ആവാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം മൊത്തം ഈ കോൺട്രാക്ഷന്റെ വേദന തിന്നോണ്ട് നിന്നു. ബട്ട് ഐ ഡി നോട്ട് ഹാവ് എ സിംഗിൾ സ്പോട്ടിങ്, ഒട്ടും ബ്ലഡ് പോയില്ല. ആ വേദന വെറുതെ അനുഭവിച്ചു.